നമുക്ക് ചെയ്ത ഏറ്റവും വലിയൊരു നിയമത്ത്, ഏറ്റവും വലിയൊരു അനുഗ്രഹം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹിതമായ ഇലാഹി പ്രസ്ഥാനത്തിന്റെ അജയ്യമായ നേതൃത്വമാണ്. ആ ഒരു സാന്നിധ്യമാണ് അള്ളാഹു നമുക്ക് ചെയ്തൊരു ഭാഗ്യം. നേരത്തെ ഹുദവി ഉസ്താദിയുടെ പറഞ്ഞു കേട്ടില്ല നിങ്ങൾ? ഇഫ്താർ നോമ്പ് തുറക്കാൻ വേണ്ടിട്ട് പോയ പേരക്കെത്തി എന്നിട്ടാണ് നോക്കുമ്പോ ഫുള്ള് എല്ലാ ഫോട്ടോ ആനന്റെ മുഖമുള്ളതും ഉണ്ട്, തോണിന്റെ മുഖമുള്ളതും ഉണ്ട്. ഇയാളെ പേരെന്ത്? നോമ്പ് തുറപ്പിക്കാൻ വിളിച്ച ആളെ ഫോർ എക്സാമ്പിൾ എന്ത് പേര്? ഗുലാം ഹബീബ് റസൂൽ. 3 വട്ടം റളിയല്ലാഹു അൻഹു ചൊല്ലിട്ട് കേൾക്കുമ്പോ, പക്ഷെ ഈമാൻ ഇസ്ലാമോ? ഞങ്ങൾക്കൊരു അനുഭവം ഉണ്ടായി. അതായത് കുറെ അപ്പുറം എന്നെക്കാലേറെ ഈ വിഷയം അനുഭവമുള്ള ആളായിരിക്കും നൈമി ഉസ്താദ്, ഞങ്ങളെ ലൈവിന്റെ നൈമി ഉസ്താദ്. അയാൾ ഈ വിഷയത്തിന് ലോകം ചുറ്റുന്ന ആളാണ്. അള്ളാഹു താല അവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ഞങ്ങൾ ഇതേപോലെ ഉത്തര കർണാടക അല്ല, അതിന്റെ അപ്പുറം കർണാടക അങ്ങ് പോയിട്ട് അവിടെ എത്തിയിട്ടാകുമ്പോ റബീഉൽ അവ്വൽ 12 13 മൗലിദെല്ലാം ഓതി ജാഥ എല്ലാം പോയി. റബീഉൽ അവ്വലിന്റെ മൗലിദ് നാളെ സുബഹിക്ക് 10 മണിക്ക് 11 മണിക്ക് എന്തോ മൗലിദ്. ആ നാട്ടിൽ അങ്ങനെ ഉണ്ട്. ഒരു നാക്ക് പിന്നെ ജാഥ റാലി, അങ്ങനെ റാലി, പൊടിപാറിയ റാലി, ആണ് പെണ്ണ് ചെറുത് വലുത് എല്ലാരും മിക്സ്. അങ്ങനെ പോയി ജാഥ എല്ലാം തീർന്ന് പള്ളിന്റെ അവിടൊക്കെ വന്ന് ലഡും സർബത്തെല്ലാം കുടിച്ചിട്ടെല്ലാം ആയിട്ട് പിരിയുന്ന നേരത്ത്, നാളല്ലേ 11 മണിക്ക് 10 മണിക്കല്ല മൗലിദ്, ക്ഷീരണിയും നാളെന്നല്ലേ ഇതേ പള്ളിയിലെ. അപ്പൊ അതിന് ഇന്ന് ഇയാൾ അനൗൺസ്മെന്റ് ആക്കുന്ന പള്ളിന്റെ സെക്രട്ടറി കർണാടക ഭാഷയിൽ എന്തറിയാ, ನಾಳೆ 10 ಗಂಟೆಗೆ ಮೌಲುದು, ಎಲ್ಲರೂ ಬರ್ಬೇಕು, ಎಣ್ಣೆ ಹಾಕ್ಬಾರ್ದು. ഇന്ന് കുടിച്ചിന് ഒരാൾ സാരമില്ല, ഇന്ന് 150 റം അടിച്ചിന്, നാളെ മൗലുദ് നാളെ കുടിച്ചിട്ട് വന്നിട്ടുണ്ടാണ്. എങ്ങനെട്ട് മൗലുദിന്റെ കോലം?